ക്യാ ചാഹിയേ ആപ്കോ? കുഞ്ഞെ, നിനക്ക് എന്താണ് വേണ്ടത്? തന്റെ അടുക്കൽ ഒരു പേടിയും കൂടാതെ വന്ന ഒരു കുട്ടി കുറുമ്പനോട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചോദിച്ച ഒരു ചോദ്യമാണിത്. തിരികെ അവനാവട്ടെ മറുപടി നൽകിയത് അവിടെ ചുറ്റും നിന്നവരിൽ ഒരു ചിരി പടർത്തി. മുഖ്യമന്ത്രിയാകട്ടെ കുടുകുട പൊട്ടിച്ചിരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കിയിരിക്കുകയാണ്. യോഗിയുടെ ചെവിയിൽ ആ കുട്ടി കുറുമ്പൻ സ്വകാര്യമായി ആവശ്യപ്പെട്ടത് മറ്റൊന്നുമായിരുന്നില്ല, അവന് ചിപ്സ് വേണമെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. എന്നാൽ ഓർക്കണം, അതായത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പോലൊരു ഭരണാധികാരി ഏതൊരു അനീതിക്കും അക്രമത്തിനുമെതിരെ മുഖം നോക്കാതെ കർശന നടപടി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകൾ വളരെ വ്യത്യസ്തമായ കമന്റുകളാണ് വരുന്നത്. നിരാലംബരായ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക്, അതായത് കണ്ടും കേട്ടും അറിഞ്ഞ് അത് ചെയ്തു നൽകുന്ന നാടിന്റെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഒരു കുരുന്ന്, അദ്ദേഹത്തിന് മുന്നിൽ ഈ ഒരു കുരുന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഒരു ചിപ്സ് മാത്രമാണ്. എന്നാൽ ഇവൻ വളർന്ന് വലുതാകുമ്പോൾ ഈ വീഡിയോ കാണും. അവൻ അന്ന് ആലോചിക്കും, താൻ എത്രയോ വലിയ വ്യക്തിയോടാണ് തന്റെ ഒരു ചെറിയ ആവശ്യം പറഞ്ഞതെന്നും അതിൽ അദ്ദേഹം ഈ കുഞ്ഞിനോട് സമീപിച്ച രീതിയെക്കുറിച്ചും അവൻ അന്നോർത്ത് അവന് തന്നെ ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ തന്നെ ഒരു ചിരി പടർത്തുന്ന രീതിയിലാകും ഈ വീഡിയോ എന്നതാണ് ഈ സോഷ്യൽ മീഡിയ കമന്റുകളായി പുറത്തു വരുന്നത്. എന്നാൽ ഇത്രയും ചെറിയ കുട്ടി ആ പ്രായത്തിൽ ഇതല്ലാതെ മറ്റെന്താണ് ആവശ്യപ്പെടാൻ എന്നത്, ആ ഒരു ചോദ്യങ്ങൾ സ്വാഭാവികമായി ഉണ്ടായേക്കാം. പക്ഷെ അതിലുപരിയായി തന്നെ അവൻ തെല്ലും ഒരു ഭയവും കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ ചെവിയിൽ തന്റെ ആവശ്യം പറയുകയും അദ്ദേഹത്തോട് ആ ഒരു കുറുമ്പ് കാണിക്കുകയും ചെയ്യുന്നു. ആ കുറുമ്പ് കാണിക്കുന്നത് വഴി അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു മുത്തശ്ശൻ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തും പാർലമെന്റിലാകട്ടെ 2 കുരുന്നുകൾ വന്നതും അദ്ദേഹത്തിന് പാട്ടുപാടി നൽകിയതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വൈറലായി മാറിയിട്ടുണ്ട്. അതിനെല്ലാം ഉപരിയായി തന്നെ തികച്ചും വ്യത്യസ്തമായി തന്നെയാണ് ഈ ഒരു വീഡിയോ പൊടിക്കും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ആഘോഷിക്കപ്പെടുന്നത്. കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന ഭരണാധികാരി, അധർമ്മത്തിന് മുന്നിൽ വിട്ടുവീഴ്ചയില്ലാത്ത മുഖ്യമന്ത്രി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കുറിച്ച് രാജ്യം കേട്ടിട്ടുള്ള വിശേഷണങ്ങൾ പലതാണ്. എന്നാൽ ആ കർക്കശ്യത്തിനപ്പുറം തന്നെ സ്നേഹനിധിയായ ഒരു മുത്തശ്ശൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ പുറത്തു വന്ന വീഡിയോ. മകരസംക്രാന്തിയോടനുബന്ധിച്ച് ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ നടന്ന ആ ഒരു മേളക്കിടയിലാണ് എല്ലാവരുടെയും മനം കവരുന്ന ആ ഒരു നിമിഷം ഉണ്ടായിരിക്കുന്നത്. താൻ ഏറെ സ്നേഹിക്കുന്ന ഗോരഖ്പൂരിലെ ജനങ്ങൾക്കിടയിലേക്ക് എത്താനായിരുന്നു മുഖ്യമന്ത്രി അവിടെ ശ്രമം നടത്തിയത്. ഇതിനിടയിലാണ് ഒരു ചെറിയ കുട്ടി അദ്ദേഹത്തിന് മുന്നിലേക്ക് എത്തിയതും. എന്താണ് വേണ്ടത്? കുരുന്നിന്റെ മറുപടിയിൽ യോഗി ചിരിച്ചുപോയി. ജനക്കൂട്ടത്തിൽ നിന്ന് തന്നെ കാണാൻ എത്തിയ ബാലനെ കണ്ടതും യോഗി ആദിത്യനാഥ് അവനിലേക്ക് കുനിഞ്ഞു. സ്നേഹത്തോടെ തലയിൽ തലോടിക്കൊണ്ട് നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. സാധാരണഗതിയിൽ വലിയ നേതാക്കളെ കാണുമ്പോൾ കുട്ടികൾ അവിടെ മടിക്കാറുണ്ടെങ്കിൽ പോലും, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്താൻ പോലും മടിക്കാറുണ്ടെങ്കിൽ, ഇവിടെ ഈ കുരുന്നാകട്ടെ തെല്ലും ഭയമില്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ അടുത്തു പോയി തന്റെ ആവശ്യം പറയുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ കാതുകളിൽ അവൻ തന്റെ വലിയ ആവശ്യം മന്ത്രിച്ചു. തനിക്ക് ചിപ്സ് വേണം. പ്രതീക്ഷിക്കാത്ത ആ മറുപടി കേട്ടതും മുഖ്യമന്ത്രിയുടെ മുഖത്ത് വിരിഞ്ഞത് മനോഹരമായ ഒരു പുഞ്ചിരിയായിരുന്നു. ചുറ്റുമുള്ളവരും ആ കുരുന്നിന്റെ നിഷ്കളങ്കമായ ആവശ്യത്തിൽ പങ്കുചേർന്നു. തന്റെ തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിനിടയിലും സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾക്കായി തന്നെ സമയം കണ്ടെത്തുന്ന യോഗിയുടെ രീതിയെ പ്രകീർത്തിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഉത്തർപ്രദേശിന്റെ ക്രമസമാധാന നില കാത്തു സൂക്ഷിക്കാൻ ബുൾഡോസർ നയം സ്വീകരിക്കുന്ന യോഗി ആദിത്യനാഥ് കുട്ടികൾക്കും പശുക്കൾക്കും അവരുടെ മുന്നിൽ എത്തുമ്പോൾ തികഞ്ഞൊരു മൃദുല ഹൃദയനാകുന്നു എന്നത് കൗതുകരം തന്നെയാണ്. ഹിന്ദുത്വത്തിന്റെ കരുത്തും സനാതന സംസ്കാരത്തിന്റെ വിനയവും ഒരേപോലെ തന്നെ സമ്മേളിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്നതാണ് ഈ പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിലൂടെ തന്നെ സോഷ്യൽ മീഡിയയിലെ വ്യക്തികൾ ഇതിനെ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.